വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ട സ്ഥലമാണ് പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമം. മഹാത്മാഗാന്ധി 3 തവണ സന്ദർശിച്ച ആശ്രമത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ സകലരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച് മാതൃക തീർത്തതും ചരിത്രം. ഗാന്ധിജി താമസിച്ചിരുന്ന മുറിയും അദ്ദേഹം നട്ട തെങ്ങുമെല്ലാം ഇന്നും ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ദക്ഷിണേന്ത്യയിലെ സബർമതി എന്നറിയപ്പെടുന്ന അകത്തേത്തറ ശബരി ആശ്രമത്തിന് ഇനിയുമേറെ ചരിത്രം പറയാനുണ്ട്. 1922 മെയ്യിൽ പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത സരോജിനി നായിഡു ആണ് കേരളത്തിന്റെ മനോഹാരിതയ്ക്ക് കരിനിഴൽ വീഴ്ത്തുന്നത് ഇവിടെ നിലനിൽക്കുന്ന അയിത്തമെന്ന് അഭിപ്രായപ്പെട്ടത്. പിന്നീട് മിശ്രഭോജനം സംഘടിപ്പിച്ചത് കൃഷ്ണസ്വാമി അയ്യരും ഭാര്യ ഈശ്വരി അമ്മാളും ചേർന്നായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശം പിന്തുടർന്ന് ദമ്പതികളുടെ നേതൃത്വത്തിലാണ് ജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ശബരി ആശ്രമത്തിൽ അവസരമൊരുക്കിയത്. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന് ശബരി ആശ്രമം നേതൃത്വം നൽകി. പ്രദേശത്തെ ഉപ്പ് സത്യാഗ്രഹ ജാഥയും ആശ്രമത്തിൽ നിന്നാണ് ആരംഭിച്ചത്. വ്യത്യസ്ത സമയങ്ങളിൽ ഗാന്ധിജി ആശ്രമം സന്ദർശിച്ചതും സമര പോരാട്ടങ്ങൾക്ക് കരുത്തേകി. ശബരി ആശ്രമം സ്ഥാപിച്ചിട്ട് 100 വർഷം പിന്നിടുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അതേ മട്ടിൽ പിന്തുടർന്ന് നീങ്ങുന്ന രീതിക്ക് ഇപ്പോഴും മാറ്റമില്ല. പിന്നാക്ക വിഭാഗങ്ങളിലുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറക്കുന്നതിന് ഇടയാക്കിയ നിരവധി സത്യാഗ്രഹങ്ങളുടെ മുളപൊട്ടിയ ഇടത്തെക്കുറിച്ചറിയാൻ ഓരോ ദിവസവും ആശ്രമത്തിലെത്തുന്നവരുടെ എണ്ണവും കുറവല്ല. UTV ന്യൂസ്, പാലക്കാട്.